ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം തെരഞ്ഞെടുത്ത മോശയ്ക്കെതിരെ അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ തിരിയുകയാണ്. ദൈവത്തിൻ്റെ അഭിഷിക്തനെതിരെ, ദൈവത്തിൻ്റെ മകനെതിരെ. നമ്മളത് സംഖ്യാപുസ്തകം അതിൻ്റെ 16-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ലേവിയുടെ മകനായ കോഹാത്തിൻ്റെ മകൻ ഇസ്മായിലിൻ്റെ മകനായ ഇസ്ഹാറിൻ്റെ മകനായ കോഹറും റൂബൻ ഗോത്രത്തിലെ എലിയാബിൻ്റെ പുത്രനായ ദാത്താൻ, അബീറാം എന്നിവരും പെലോത്തിൻ്റെ മകൻ ഓനും ഇസ്രായേൽ സമൂഹത്തിലെ നേതാക്കനും തിരഞ്ഞെടുക്കപ്പെട്ടവരും പ്രസിദ്ധരുമായി 250 പേരും മോശയെ എതിർത്തു. ദൈവം നൽകിയ സംവിധാനങ്ങളെ, ദൈവം നൽകിയ ദൈവത്തിൻ്റെ അഭിഷിക്തനെതിരെ തിരിയുന്ന ഒരു ജനത. ഞങ്ങളും വിശുദ്ധരാണ്, ഞങ്ങൾക്കും ഈ പ്രവൃത്തി പറ്റും, നിങ്ങൾ മാത്രമല്ല വിശുദ്ധരെ, ദൈവം തിരഞ്ഞെടുത്തത് നിങ്ങളെ മാത്രമല്ല, ഞങ്ങളെല്ലാവരെയും ദൈവം തിരഞ്ഞെടുത്തതാണ്, ഞങ്ങൾക്കും ധൂപകലശം നടത്താം, ഞങ്ങളും അത് ചെയ്യും എന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്ക് ഇവരെല്ലാം കടന്നു വരികയാണ്. നമ്മൾ കാണുന്നുണ്ട് ദൈവം തന്നെ ചിലരെ തിരഞ്ഞെടുക്കുക. പഴയ നിയമത്തിൻ്റെ രീതി അതാണ്. ദൈവം ചില മേഖലകളെ, പ്രത്യേകിച്ച് പൗരോഹിത്യ രീതികളിലേക്ക് ദൈവം തിരഞ്ഞെടുക്കുക. ആ പൗരോഹിത്യ മേഖലകളിലേക്ക് ദൈവം ആ ഒരു കുടുംബത്തെ കൃത്യമായി തിരഞ്ഞെടുക്കുകയും ആ കുടുംബത്തിൽ നിന്ന് മാത്രം നിൽക്കുകയും ചെയ്തു. അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത അഹറോനെതിരെ, മോശയ്ക്കെതിരെ, അഭിഷിക്തർക്കെതിരെ സംസാരിക്കുകയും ഞങ്ങളും വിശുദ്ധരാണ്, നിങ്ങളങ്ങനെ അധികാരമൊന്നും കാണിക്കേണ്ട എന്ന തരത്തിൽ ദൈവത്തിന് ധൂപകലശം അർപ്പിക്കാൻ പോകുന്ന ഈ പറയുന്ന കോറഹിനെയും അവരുടെ ചുറ്റുമുള്ള ആളുകളെയും കുടുംബങ്ങളെയും ദൈവത്തിൻ്റെ ആ വലിയ പ്രവൃത്തി, അല്ലെങ്കിൽ മോശ പ്രാർത്ഥിക്കുമ്പോൾ ആ ഭൂമി തന്നെ വാ പിളർന്ന് അതിലേക്ക് പോകുന്ന ഒരു വലിയ ന്യായവിധി അവിടെ സംഭവിക്കുന്നത് നമ്മൾ പിന്നെ കാണുന്നത്. നമ്മൾ പലപ്പോഴും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ കാണുന്നുണ്ട്, അഭിഷിക്തനെ തുടരുത്, അഭിഷിക്തനെ തുടരുത്, ദൈവത്തിൻ്റെ അഭിഷിക്തനെ തുടരുത്. ദൈവം അഭിഷേകം ചെയ്ത വഴിതെറ്റിപ്പോയ സാവൂളിനെ പോലും തൊടാൻ ദൈവം അനുവദിക്കുന്നില്ല. ദാവീദ് തൊട്ടില്ല. കാരണം കർത്താവിൻ്റെ അഭിഷിക്തനാണെന്ന ബോധ്യം ദാവീദിന് ഉണ്ടായിരുന്നുള്ളത് കൊണ്ട് ദാവീദ് അതുമ്മ പോലും തൊടാൻ അനുവാദം ദൈവത്തിനേ ഉള്ളൂ എന്നുള്ളൊരു ബോധ്യം ഉള്ളതുകൊണ്ട്. അങ്ങനെയെങ്കിൽ അഭിഷിക്തർക്കെതിരെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വ്യക്തിയാണല്ലോ ഞാൻ എന്നൊരു ചിന്ത ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാകാം. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ, അഭിഷിക്തർക്കെതിരെ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കെതിരെ സംസാരിക്കേണ്ടി വന്നാൽ പോലും അവരെ പേഴ്സണലി ഞാൻ ഇതുവരെ ആക്രമിക്കാൻ ശ്രമിക്കാറില്ല. അവരുടെ പേഴ്സണൽ, അവരുടെ ജീവിത രീതിയോ അവരുടെ ലൈഫോ അവരുടെ കുറവുകളോ കുറ്റങ്ങളോ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാറില്ല. പകരം പ്രബോധനപരമായ തെറ്റുകൾ, ജനത്തെ വഴിതെറ്റിക്കുന്ന, ദൈവവചന അടിസ്ഥാനമല്ലാത്ത, ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കേണ്ടത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പറഞ്ഞേ പറ്റൂ. ഇനി പഴയ നിയമത്തിൻ്റെ തിരഞ്ഞെടുപ്പല്ല പുതിയ നിയമത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. കാരണം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാം രാജകീയ പുരോഹിത ഗണവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. പഴയ നിയമത്തിൽ അത് കാണിക്കുന്നത് തന്നെ മോശ എന്ന് പറയുന്നൊരു മധ്യസ്ഥനും ആ മധ്യസ്ഥനിലൂടെ പ്രവാചകന്മാരിലൂടെ ദൈവം നടത്തുന്ന മേഖലയാണ്. എന്നാൽ ക്രിസ്തുയേശുവിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് കടന്നു വരുന്നു. പഴയ നിയമത്തിലാകട്ടെ പെട്ടകത്തിലൂടെ മാത്രം ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുകയും പരിശുദ്ധാത്മാവ് പ്രവാചകരോട് സംസാരിക്കുകയും പ്രവാചകർ നമ്മളോട് സംസാരിക്കുകയും ചെയ്യുന്നൊരു തലമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം പറയുക, നീ ആരെയും പഠിപ്പിക്കേണ്ട, സഹോദരനെ പഠിപ്പിക്കുന്നൊരു തലം വേണ്ട. പകരം ദൈവം താൻ നേരിട്ട് പഠിപ്പിക്കുകയും ദൈവം താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവരിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യുന്നൊരു തലത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ഏറ്റവും വലിയ വേദന എന്ന് പറയട്ടെ, സുവിശേഷം പ്രഘോഷിക്കുന്നത് പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? സുവിശേഷം, വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷത്തിൽ നിന്നുമാണ്. അപ്പോൾ കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ കേൾവി വേണം, സുവിശേഷ പ്രഘോഷണം വേണം. ഇന്ന് സുവിശേഷ പ്രഘോഷണത്തിന് പകരം ഗാനമേളകളും പാട്ടും കൂത്തും മാത്രമായി നമ്മൾ മാറിക്കഴിയും. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മളെപ്പോലുള്ള വെറും ശിശുവായ, വിവരമില്ലാത്ത, ലോകത്തിൻ്റെ മനുഷ്യനായ, അല്ലെങ്കിൽ പാപിയും ബലഹീനനുമായ ഞങ്ങളെപ്പോലുള്ള ആരെങ്കിലൊക്കെ ദൈവത്തിനെ എഴുന്നേൽപ്പിച്ചേ പറ്റൂ. ബാലാമിൻ്റെ കഴുതിയെ പോലെ ആരെങ്കിലൊക്കെ ഉണർത്തിയേ പറ്റൂ. പ്രിയമുള്ളവർ, ഇന്ന് തിരിച്ചറിയുക, അഭിഷിക്തനെ തുടരുത്. അഭിഷിക്തനെ തൊട്ടപ്പോൾ എന്ത് സംഭവിച്ചു? മോശയ്ക്കെതിരെ ഈ പറയുന്ന കോറഹും അവൻ്റെ പുത്രന്മാരും അല്ലെങ്കിൽ ദാത്താനും അബീറാവും എല്ലാവരും തിരിഞ്ഞു കഴിഞ്ഞപ്പം ദൈവത്തിൻ്റെ ആ വലിയ പ്രവൃത്തി, ഭൂമി വാ പിളർന്ന്, മോശ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, സാധാരണ രീതിയിലാണ് ഇവർക്ക് മരണം പറ്റുമെങ്കിൽ കർത്താവ് അത്ഭുത ശക്തിയാൽ ഭൂമി വാ പിളർന്ന് അവരെയും അവർക്കുള്ളതും വിഴുങ്ങുകയാണെങ്കിൽ, ജീവനോടെ പാതാളത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നതെങ്കിൽ അവർ കർത്താവിനെ നിന്ദിക്കുന്നുവെന്ന് നിങ്ങൾ അറിയും. എന്നെ ദൈവം അയച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അല്ലേ, എന്നെ അയച്ചിട്ടില്ല കർത്താവ്. ഇതാ മോശ അവിടെ പറയുന്നത്. മോശ പ്രാർത്ഥിക്കുന്നു, ഭൂമി വാ പിളരുന്നു, സകലതയും അതിനെ കൊണ്ടുപോകും. തിരഞ്ഞെടുക്കപ്പെട്ട 250 പേർ കലശം എടുക്കുന്ന ആ 250 പേര് അഗ്നിയാൽ ദൈവം നശിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ന്യായവിധി അവിടെ ഇറങ്ങി വരികയാണ്, വലിയൊരു ന്യായവിധി. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട, അഭിഷേകം ചെയ്ത വിശുദ്ധരായിട്ടുള്ള ഇതിനെതിരെ, ദൈവിക സംവിധാനങ്ങൾക്കെതിരെ, ദൈവിക പ്രബോധനങ്ങൾക്കെതിരെ, ദൈവം കൽപ്പിച്ച് മോശയിലൂടെ പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരെ തിരിഞ്ഞവരെയാണ് ദൈവം ചെയ്തത്, ദൈവം നശിപ്പിച്ചില്ലാതാക്കിയത്. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ ഇഷ്ടത്തിനോ നമ്മുടെ ബോധ്യത്തിനോ നമ്മുടെ സന്തോഷത്തിനോ സുഖത്തിനോ മനുഷ്യൻ്റെ നല്ല വാക്കുകൾക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ചുറ്റുപാടുള്ളവർ
നമ്മൾ മതസൗഹാർദ്ദം പറയുമ്പോൾ ഞാനും അവർ ഒന്നാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതൊക്കെ എല്ലാം ശരിയാണെന്ന് പറയുമ്പോൾ, എല്ലാം ഓക്കെയാണ് എന്തുമാകാമെന്ന് പറയുമ്പോൾ, എല്ലാവർക്കുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ മനുഷ്യൻ നന്മ പറയും. ഓ, അച്ഛൻ എന്തൊരു നല്ല ആളാണ്, അല്ലെങ്കിൽ ഈ വ്യക്തി എന്തൊരു നല്ല മനുഷ്യനാണ്, ഇങ്ങനെയൊക്കെ എല്ലാവരും നന്മ പറയും. പക്ഷെ ദൈവം പറയുന്നുണ്ടോ? ദൈവം അതിനെ കരുതുന്നുണ്ടോ? അതെയോ ഭൂമി വാപിളർന്ന് പാതാളത്തിലേക്ക് പോകുന്ന അവസ്ഥയായിരിക്കും നമുക്ക്. ഇത് നമ്മൾ ബോധ്യപ്പെടണം, നമ്മൾ തിരിച്ചറിയണം. കാരണം ദൈവത്തിൻ്റെ ശക്തി എത്രത്തോളം വലുതാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. പുതിയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു ദൈവിക സംവിധാനം, രക്ഷയ്ക്കുടെ മാർഗമായ ഒരു ദൈവിക സംവിധാനം കൃത്യമായി പ്രഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ റോമാലേഖനത്തിൽ കൃത്യമായിട്ട് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു: യേശു കർത്താവാണെന്ന് നീ അതരം കൊണ്ട് ഏറ്റു പറയുക, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കുക. നിന്റെ വിശ്വാസമാണ് നിന്റെ രക്ഷയുടെ ആധാരം. നിന്റെ ആദരത്തിൻ്റെ ഏറ്റുപറച്ചിൽ ദൈവിക സംവിധാനങ്ങളുടെ മുൻപിൽ, ദൂതന്മാരുടെ മുൻപിൽ ഞാൻ നിന്നെ ഏറ്റുപറയാൻ ഇടയാക്കുന്നതാണ്. ഇന്ന് യേശു ഏക രക്ഷകനാണെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നിർത്തി. പകരം ഡിവൈഡിങ് പോളിസിയാണ് നമ്മൾ നടത്തുന്നത്. പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്ത പോലെ പലതായിട്ട് ഡിവൈഡ് ചെയ്ത് പല ഏരിയകളായിട്ട് പലർക്ക് ഡ്യൂട്ടി തിരിച്ചു കൊടുക്കുക. യേശു ഏക രക്ഷകൻ, ഏക ദൈവം എന്ന് പറയാൻ നമുക്ക് ഭയമാണ്. അതിനേക്കാൾ അധികമായി നമ്മൾ മറ്റു പലതിനെയും ആശ്രയിക്കുന്നു, മറ്റു പലതിൻ്റെയും പിന്നാലെ പോകുന്നു. ഇങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത ദൈവിക സംവിധാനങ്ങളെ നിന്ദിക്കുന്നു. ആ ദൈവിക സംവിധാനങ്ങൾക്ക് വില കൊടുക്കാതെ വരുന്നു. ആ ദൈവിക പ്രവർത്തികളെ യാതൊരു വിധത്തിലും സീരിയസായി കാണാതെ നേർച്ചകൾ അർപ്പിക്കുക, കാഴ്ചകൾ അർപ്പിക്കുക, അങ്ങനെ അനുഗ്രഹിക്കപ്പെടുക, ഇത് മാത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ഏതെങ്കിലും ഒരു വിഗ്രഹത്തിനൊരു മാലയിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് അനുഗ്രഹം നേടാനുള്ള വ്യഗ്രതയിലാണെന്ന് നമ്മളിൽ പലരും. ഇത്തരം ഓട്ടങ്ങളാണ് നമ്മളെപ്പോഴും ചെയ്യുന്നത്. അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വാതിലിലൂടെ കടന്നുപോയാൽ നിത്യജീവനായി, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് പലരും. മലയാറ്റൂർ ആ ചർച്ചിൻ്റെ അകത്ത് താഴേന്ന് മുകളിൽ വരെ കയറി കഴിഞ്ഞാൽ നമുക്ക് നിത്യജീവനായി കഴിഞ്ഞെന്ന് ചിന്തിക്കുന്നവർ. അതായത് നമ്മുടെ പ്രവൃത്തി കൊണ്ട്, ഇത്തരം മേഖല കൊണ്ട് ദൈവിക സംവിധാനങ്ങൾക്കെതിരെയാണ് നമ്മൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തു പറഞ്ഞ പ്രവൃത്തി വേണം, പ്രവൃത്തി കൂടാതുള്ള വിശ്വാസം നീ കാണിക്കാതെ യാക്കോബ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. കാരണം നമുക്കുണ്ടാകുന്ന പ്രവൃത്തി എന്താണെന്ന് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായത്തിൽ കൃത്യമായ 36-ാം വാക്യത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം വേണം, വിശ്വാസം. എന്നാൽ ആ വിശ്വാസത്തിന് അനുസരണമാകുന്ന പ്രവൃത്തികളും കൂടെ വേണം. ഈ വിശ്വാസത്തിന് അനുസരണമായ പ്രവൃത്തി ഇല്ലെങ്കിൽ നീ വിശ്വാസിയെന്ന് നിനക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ വിശ്വാസവും വിശ്വാസത്തിൻ്റെ അനുസരണമായ പ്രവൃത്തി, ദൈവം ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, യേശുവിൻ്റെ ശരീരരക്തങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ദൈവം ചെയ്യാൻ പറഞ്ഞ ദൈവിക കാര്യങ്ങൾ മാത്രം ചെയ്യുക. ദൈവം ചെയ്യാൻ പറയാത്ത അനേക കാര്യങ്ങളല്ല ഇന്ന് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യാതൊരു വിധത്തിലും ക്രിസ്തീയമല്ലാത്ത, ദൈവവചനം അടിസ്ഥാനമല്ലാത്ത, ആദിമസഭ അപ്പസ്തോലികമായി ആധികാരികമായി പറയാത്ത, എതിരെ പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത്. ഇനി അതിനെയൊന്നും ആരെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം അത് ചോദ്യം ചെയ്താൽ ഇന്നുള്ള അഭിഷിക്തരെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ കടന്നു വരും. യഥാർത്ഥത്തിൽ 1-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് കടന്നു വന്ന സഭാപിതാക്കന്മാർ നമുക്ക് നൽകിയ വലിയൊരു ശ്രേഷ്ഠമായ വിശ്വാസമുണ്ട്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വിശ്വാസ സംഹിതയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തന്നെ ലേഖനങ്ങളിലൂടെ സഭ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു നിലപാടുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ആചരിക്കുകയും അനുഷ്ഠിക്കുകയും അതിൻ്റെ പിന്നാലെ ഓടുകയും ഇതെല്ലാം ആകാമെന്ന് പറഞ്ഞ് അതിൻ്റെയൊക്കെ പിന്നാലെ പോകുമ്പോൾ മോശയെ എതിർത്തുകൊണ്ട് തങ്ങളാണ് ശ്രേഷ്ഠന്മാരെന്ന് പറഞ്ഞ് ധിക്കരിച്ച അതേ തരത്തിൽ തന്നെ അപ്പസ്തോലന്മാരെ ധിക്കരിച്ചുകൊണ്ട് നമ്മൾ പോവുകയല്ലേ? അല്ലെങ്കിൽ അപ്പസ്തോലന്മാരിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവിനെ ധിക്കരിച്ചുകൊണ്ട് നമ്മൾ പോവുകയല്ലേ? നമുക്ക് തോന്നുന്നുണ്ടോ ഭൂമി വായ് പിളർന്ന് നമ്മളെ കൊണ്ടുപോകത്തില്ലെന്ന വല്ല ബോധ്യം നമുക്കുണ്ട്? എല്ലാത്തിനെയും അനുകരിക്കുമ്പോൾ, എല്ലാത്തിനെയും അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഇസ്രായേൽ ജനത്തിന് അത് സംഭവിച്ചത് നമുക്കൊരു പാഠമാണ്. നമുക്ക് അതൊരു പാഠമാണ്. അത് എഴുതപ്പെട്ടത് നമുക്കൊരു പാഠമാകേണ്ടതിന്. അതുകൊണ്ട് നമുക്ക് ആ പാഠം ഉൾക്കൊള്ളാം. അന്യമായ എല്ലാ മേഖലകളും, ദൈവിക സംവിധാനങ്ങളല്ലാത്ത, ദൈവവചന അടിസ്ഥാനമല്ലാത്ത എല്ലാത്തിനെയും നമുക്ക് ഉപേക്ഷിക്കാം. ഏക സത്യദൈവമായ യേശു ക്രിസ്തുവിനെ മാത്രം ആരാധിക്കാം. ആ ദൈവത്തെ ചേർത്ത് നിർത്താം. ആ ദൈവത്തോട് ചേർന്ന് വിശുദ്ധ കുർബാനയിലൂടെ മാത്രം എനിക്ക് എൻ്റെ യേശു, എനിക്ക് വേണ്ടി ബലിയായ ക്രിസ്തു അനുദിനമായ ദിവ്യബലിയിൽ എനിക്ക് വേണ്ടി ഇന്നും എനിക്ക് വേണ്ടി കടന്നു വരുന്നുണ്ട്, തലമുറകളോളം വരുമെന്ന് പറഞ്ഞ് യെശയ്യാ പ്രവചനം അതിൻ്റെ 53-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറഞ്ഞ് അവൻ കാൽവരിയിൽ ക്രൂശിതനാകുമ്പോൾ തനിക്ക് വരാനിരിക്കുന്ന തലമുറയെ കണ്ടു, നമ്മളെ കണ്ടു, നമ്മൾ ഓരോരുത്തരെയും കണ്ടു. നമ്മളെ കൂടെ കണ്ടിട്ടാണ് അവൻ ആ ബലി അർപ്പിക്കുന്നത്. കാരണം എനിക്ക് 2000 വർഷം മുൻപ് യേശു ചെയ്ത ആ ബലി എനിക്ക് യോഗ്യമാകേണ്ടതിന്, അവൻ്റെ രക്തം എനിക്ക് യോഗ്യമാകേണ്ടതിന്, അതെൻ്റെ ഹൃദയവിരികളിലേക്ക്, എൻ്റെ ഉള്ളത്തിലേക്ക് എന്നെ വിശുദ്ധീകരിക്കേണ്ടതിന് ദൈവം ഇന്നും മന്ന പൊഴിച്ച ദൈവം, ഇസ്രായേലിന് മന്നയാണ് കൊടുത്തതെങ്കിൽ, കാടപ്പക്ഷിയാണ് കൊടുത്തതെങ്കിൽ നമുക്ക് നൽകുന്ന അനുഗ്രഹം എത്രത്തോളം വലുതാ എന്ന് തിരിച്ചറിവ്
ഇന്ന് നമ്മളെ നയിക്കട്ടെ, നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ദൈവിക സംവിധാനങ്ങൾക്കെതിരെ തിരിയാതെ, ദൈവം വച്ചിരിക്കുന്ന മേഖലകളിൽ നിന്നും മാറിപ്പോകാതെ, ദൈവവചനാടിസ്ഥാനത്തിലല്ലാതെ ഒന്നും ഞാൻ ചെയ്യത്തില്ല എന്നൊരു ബോധ്യവും വിശ്വാസവും ഉള്ള ഒരു ക്രിസ്തീയ സമൂഹം വളർന്നു വരട്ടെ. അതിനായി നമ്മെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.